ജന്തർ മന്ദറിലെ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ആശങ്കകളുടെയും നിരാശയുടെയും പ്രതിഫലനമാണ്. 17 ദിവസം പിന്നിട്ട ഈ സമരം പരീക്ഷാ ക്രമക്കേടും പേപ്പർ ചോർച്ചയും സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ അനാസ്ഥയെ ചോദ്യം ചെയ്യുകയാണ്. രാജ്യത്തിന്റെ യുവതലമുറയുടെ ഭാവിയെ ബാധിക്കുന്ന ഇത്രയും ഗുരുതരമായ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ഇടപെടാത്തത്? പരീക്ഷാ പേപ്പർ ചോർച്ച ആവർത്തിക്കുമ്പോഴും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമാകുമ്പോഴും പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് നിരാഹാര സമരങ്ങൾ നടക്കുമ്പോഴും ഭരണകൂടത്തിന്റെ പ്രതികരണം തീർത്തും ശോചനീയമാണ്. ഒരു പരീക്ഷാ പേപ്പർ ചോർന്നു പോകുന്നത് വഴി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളും വർഷങ്ങളായുള്ള അധ്വാനവും വിശ്വാസവുമാണ് തകരുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയാണ് വേണ്ടത്. ഭരണകൂടത്തിന്റെ ആദ്യ ഉത്തരവാദിത്തം കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുകയും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള വിശ്വാസ്യതയുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതാണ്. ജനങ്ങളുടെ ന്യായമായ ആശങ്കകൾ കേൾക്കുവാനും അവയ്ക്ക് സമയബന്ധിതമായ പരിഹാരം കാണാനും സർക്കാരിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കുന്നതിൽ വീഴ്ചയുണ്ടെന്ന വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് തള്ളിക്കളയുന്നതിനു പകരം ആത്മപരിശോധന നടത്തേണ്ട സമയമാണിത്. രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്നത് യുവാക്കളാണ്. അവരുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനവും അതിനെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് മൗനം പാലിക്കുന്ന ഭരണകൂടവും ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. വിദ്യാർത്ഥികളുടെ ഭാവിയെ സംരക്ഷിക്കാനുള്ള കർശന നടപടികളും സുതാര്യമായ പരിഷ്കാരങ്ങളും നടപ്പിലാക്കാൻ ഇനിയും വൈകിക്കൂടാ. അല്ലാത്ത പക്ഷം കേന്ദ്ര സർക്കാരിന്റെ ഈ മൗനം യുവതലമുറയോടുള്ള വഞ്ചനയാണ്.